അങ്കമാലി അതിരൂപതയിൽ പ്രശ്നപരിഹാര ചർച്ചകൾ വഴിമുട്ടുന്നു എന്നതാണ്. ഇരുപക്ഷവും വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാകാത്ത സാഹചര്യത്തിലാണ് ഈ ചർച്ച നിന്നുപോകുന്നത്. മെത്രോപൊളിറ്റൻ വികാരിയും ആർച്ച് ബിഷപ്പുമായ ജോസഫ് പാംപ്ലാനിയെ ഇനി അംഗീകരിക്കാൻ കഴിയില്ല എന്ന നിലപാടിലാണ് ഇപ്പോൾ വിമത വിഭാഗമുള്ളത്. ഡാനി പോൾ വിവരങ്ങളുമായി. ഡാനി, ഗുഡ് മോർണിംഗ്. നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ സംസാരിക്കുമ്പോൾ ഒരു പോസിറ്റീവായ ഒരു കാര്യത്തിലേക്ക് പോകുന്നു. ചിലപ്പോൾ പ്രശ്നപരിഹാരം ഉണ്ടായേക്കാം, നീണ്ടുപോയേക്കാം, എങ്കിൽ പോലും ഒരു പ്രശ്നപരിഹാരത്തിന്റെ ഒരു സാധ്യതയൊക്കെ കണ്ടിരുന്നു. ഇത് എവിടെ വെച്ചാണ് ഇത് സ്റ്റക്കായത്? എന്തുകൊണ്ടാണ് ഇപ്പോൾ പാംപ്ലാനിയെ വിശ്വസിക്കാൻ പറ്റില്ല എന്നൊരു നിലപാട് വിമത വിഭാഗം എടുക്കുന്നത്? ശ്രീജ, ഗുഡ് മോർണിംഗ്. സൂചിപ്പിച്ചതുപോലെ വളരെ പോസിറ്റീവായാണ് കാര്യങ്ങളെന്നാണ് തുടക്കത്തിൽ വിലയിരുത്തിയത്. വൈദികരുമായി നടത്തിയ ആദ്യഘട്ട ചർച്ചയിൽ വൈദികരുടെ പ്രതികരണവും അങ്ങനെ തന്നെയായിരുന്നു. ഇത് പോസിറ്റീവായി ഞങ്ങൾ കാണുന്നു, ഞങ്ങൾ ഉന്നയിച്ച ആവശ്യങ്ങളെല്ലാം തന്നെ അംഗീകരിച്ചു, വൈകാതെ അത് നടപ്പിൽ വരും എന്നതെല്ലാം തന്നെ അവർ പറയുകയും ചെയ്തു. ആ ഒരു പറച്ചിൽ തന്നെയാണ് ഇപ്പോൾ ഈ ചർച്ചകൾക്ക് ഒരു തടസ്സം എന്ന രീതിയിലേക്ക് വന്നിരിക്കുന്നത്. ഇപ്പോൾ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ അതിരൂപത നേതൃത്വം തന്നെ, അതിരൂപതയുടെ വക്താവ് തന്നെയാണ് ഈ ഒരു വാർത്താക്കുറിപ്പ് ഇറക്കിയിരിക്കുന്നു. അങ്ങനെ ഒരു ഉറപ്പും ആർക്കും തന്നെ നൽകിയിട്ടുള്ളതായി അറിയില്ല. ജോസഫ് പാംപ്ലാനിയുമായുള്ള ചർച്ചകൾ തുടരുകയാണ്. ഈ ചർച്ചകളിൽ ഒരു തീരുമാനമുണ്ടാകണമെങ്കിൽ അത് മേജർ ആർച്ച് ബിഷപ്പുമായടക്കം ചർച്ച നടത്തേണ്ടതുണ്ട്. നിലവിൽ വൈദികർക്കെതിരായ ഒരു നടപടിയും, അച്ചടക്ക നടപടിയും മരവിപ്പിച്ചിട്ടില്ല എന്ന് മാത്രമല്ല, ഇവർക്ക് ചിലർക്ക് തന്നെ കൂദാശ വിലക്ക്, അതായത് കുർബാന ചൊല്ലുക, മറ്റ് ചടങ്ങുകൾ, അതിനുള്ള കൂദാശ വിലക്കടക്കം ഏർപ്പെടുത്തിയിട്ടുണ്ട്. അത് നിലനിൽക്കുന്നുണ്ട് എന്ന് തന്നെയും സൂചിപ്പിച്ചുകൊണ്ടായിരുന്നു അതിരൂപത വക്താവ് ഫാദർ ജോഷി പുതുവയുടെ വാർത്താക്കുറിപ്പടക്കം പുറത്തു വരുന്നത്. ഇത് പുറത്തു വന്നതോടുകൂടിയാണ് നീക്കങ്ങൾ കടുപ്പിച്ചുകൊണ്ട് ഒരു വിഭാഗം വൈദികരും വിശ്വാസികളും വിവിധ വിഭാഗം രംഗത്ത് വരുന്നത്. അൽമായ മുന്നേറ്റത്തിൻ്റെ ഈ നിലത്തെ വാർത്താക്കുറിപ്പിൽ പറയുന്നു, തങ്ങൾ ഇങ്ങനെയൊരു ചർച്ചകളിലേക്കില്ല. കാരണം ഞങ്ങൾക്ക് നൽകിയ ഒരു ഉടമ്പടിയുണ്ട്, ഒപ്പിട്ട് നൽകിയ കാര്യങ്ങളുണ്ട്. ജില്ലാ കളക്ടർ ചർച്ച നടത്തണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ജോസഫ് പാംപ്ലാനിയുമായി ചർച്ച നടത്തി. അതിൽ ഉരുത്തിരിഞ്ഞ കാര്യങ്ങളുണ്ട്. അതിൽ തങ്ങൾക്ക് നൽകിയ ഉറപ്പുകളാണ്. ആ ഉറപ്പുകളുടെ ഒരു ലംഘനമാണ് പുതിയ വാർത്താക്കുറിപ്പ്. തങ്ങൾക്ക് യാതൊരു രീതിയിലുള്ള അവകാശവുമില്ല എന്ന രീതിയിലുള്ള അടക്കമുള്ള കാര്യങ്ങൾ പറയുന്നു. അതുകൊണ്ട് അത്തരം കാര്യങ്ങളുമായി ഒരു നിലപാടെടുത്തുകൊണ്ട് പോകുന്ന ഒരാളുമായി ഇനി ചർച്ചകളിലേക്കില്ല എന്നവർ പറയുന്നു. അതിരൂപത പുറത്തിറക്കിയ വാർത്താക്കുറിപ്പ് മെത്രോപൊളിറ്റൻ വികാരി കൂടിയായ ആർച്ച് ബിഷപ്പ് ജോസഫ് പാംപ്ലാനിയുടെ അറിവോടുകൂടിയുള്ളതാണെന്ന് ഇവർ ചൂണ്ടിക്കാണിക്കുകയും ചെയ്യുന്നു. അങ്ങനെ ഒരു വാർത്താക്കുറിപ്പ് ഈ ഒരു ഘട്ടത്തിൽ ഇറക്കുമ്പോൾ പിന്നെ എന്തിനാണ് ചർച്ചകൾ എന്നാണ് ഇവർ ചോദിക്കുന്നത്. തങ്ങൾക്ക് നൽകിയ ഉറപ്പുകൾ, ആ ഉടമ്പടി പാലിക്കാതെ ഇനി ഒരു ചർച്ചകളിലേക്കില്ല എന്ന് അസന്നിഗ്ധമായിട്ട് തന്നെ അവർ വ്യക്തമാക്കി കഴിഞ്ഞിരിക്കുന്നു. അതായത് ഇപ്പോൾ നടക്കുന്ന ചർച്ചകൾ ഏതാണ്ട് പൂർണ്ണമായും വഴിമുട്ടിയിരിക്കുന്നു എന്നൊരവസ്ഥയിലേക്ക് വന്നിരിക്കുന്നു. ഇതിൽ ഏറ്റവും പ്രധാനം ഈ ജോസഫ് പാംപ്ലാനിയുമായി നടക്കുന്ന ചർച്ചകളിൽ മെത്രോപൊളിറ്റൻ വികാരി എന്ന രീതിയിൽ അദ്ദേഹത്തിന് സ്വതന്ത്രമായ അധികാരങ്ങളൊന്നുമേയില്ല. അദ്ദേഹത്തിന് ചർച്ച നടത്താൻ അത്തരം കാര്യങ്ങൾ മേജർ ആർച്ച് ബിഷപ്പുമായി കൂടിയാലോചിച്ച് സിനഡിന്റെ അംഗീകാരത്തോടുകൂടി മാത്രമേ നടപ്പിലാക്കാൻ കഴിയൂ. അതുതന്നെയാണ് ഔദ്യോഗിക പക്ഷവും ചൂണ്ടിക്കാണിക്കുന്നത്. പിന്നെ എങ്ങനെയാണ് ഇവർക്ക് ഈ ഉറപ്പുകൾ നൽകിയെന്ന് പറയാൻ കഴിയുക? അങ്ങനെ ഒരു ഉറപ്പ് നൽകാൻ കഴിയില്ല എന്ന് മെത്രോപൊളിറ്റൻ വികാരിക്കും അറിയാം. അപ്പോൾ വൈദികർ ഈ ചൂണ്ടിക്കാണിക്കുന്നത് എന്തടിസ്ഥാനത്തിലാണ് എന്ന് ചോദിക്കുന്നു. അപ്പോൾ ഇതിൽ ഒരു ആശയക്കുഴപ്പം ഉടലെടുത്തിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഇപ്പോൾ നടക്കുന്ന ഒരു ചർച്ചകൾ പൂർണ്ണമായും തന്നെ വഴിമുട്ടിയ ഒരു സാഹചര്യത്തിലേക്ക് തന്നെയാണ് പോകുന്നത്. അത് അൽമായ മുന്നേറ്റം എന്ന് പറയുന്ന വിവിധ വിഭാഗത്തിൻ്റെ സംഘടനയെല്ലാം തന്നെ വ്യക്തമാക്കി കഴിഞ്ഞ് തങ്ങൾ ഇനി ചർച്ചകളിലേക്കില്ല എന്ന് പറയുന്നു. ഇനിയിപ്പോൾ ഒരു സമരത്തിലേക്ക് നീങ്ങുമോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും രീതിയിലുള്ളൊരു പ്രക്ഷോഭ പരിപാടികളുമായിട്ട് സഭയ്ക്കകത്ത് തന്നെ മുന്നോട്ട് നീങ്ങുമോ എന്നതിലേക്കെല്ലാമാണ് പോകുന്നത്. ആർക്ക് ഇടപെട്ടുകൊണ്ട് ഇനി ഈ സഭയിലെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കഴിയുമെന്ന ചോദ്യവും ബാക്കി നിൽക്കുകയാണ്. ശ്രീജ, ഡാനി, കൊച്ചിയിൽ നിന്ന് വരുന്ന മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത, ഈ മുനമ്പം കമ്മീഷന്റെ നിയമനം റദ്ദാക്കുന്നതുമായി ബന്ധപ്പെട്ട ഹർജി അത് പരിഗണിക്കുന്നതിൽ നിന്ന് ജഡ്ജി പിന്മാറി എന്നതാണല്ലോ. എന്താണ് ഈ ജഡ്ജിയുടെ പിന്മാറ്റത്തിന് കാരണം? ആരായിരിക്കും പുതുതായി ഇത് പരിഗണിക്കുക? ശ്രീജ, അതൊരു അടുത്ത ബെഞ്ചിലേക്ക് അത് മാറിയിരിക്കുകയാണ്. ഇന്നലെ ജസ്റ്റിസ് ഡയസ് ആയിരുന്നു അത് പരിഗണിക്കേണ്ടിയിരുന്നത്. അദ്ദേഹം അതിൽ നിന്ന് പിന്മാറിയതനുസരിച്ചാണ് അടുത്ത ബെഞ്ചിലേക്ക് അത് പരിഗണനയിലേക്ക് വന്നിരിക്കുന്നത്. പ്രധാനമായും ഇതിൽ ഈ വഖഫ് സംരക്ഷണ സമിതിയാണ് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് എറണാകുളം കേന്ദ്രീകരിക്കുന്നത്. വഖഫ് സംരക്ഷണ സമിതിയാണ് ഇക്കാര്യങ്ങളിൽ ഒരു
ചോദ്യം ഉന്നയിച്ചിരിക്കുന്നത്. കാരണം ഇതൊരു കേന്ദ്ര സർക്കാരിൻ്റെ പരിഗണനയിലേക്കും അതോടൊപ്പം തന്നെ അവർക്ക് മാത്രം അവകാശപ്പെടാവുന്ന സവിശേഷ അധികാരങ്ങളുമുള്ളൊരു സംവിധാനമാണ് വഖഫ് എന്ന് പറയുന്നത്. സംസ്ഥാനത്തിന് സ്റ്റേറ്റിന് അതിൽ ഇടപെട്ടുകൊണ്ട കാര്യങ്ങളൊന്നും ചെയ്യാനൊന്നും കഴിയില്ല എന്നവർ പറയുന്നു. അപ്പോൾ പിന്നെ എങ്ങനെയാണ് ഈ മുനമ്പത്ത് ഇത്തരം സാധ്യതകൾ പരിശോധിക്കാൻ ഒരു കമ്മീഷനെ നിയോഗിക്കാൻ കഴിയുക എന്നൊരു ചോദ്യമാണ് അവർ ഉന്നയിക്കുന്നത്. അതുകൊണ്ട് ഇപ്പോൾ നിയമിച്ചിരിക്കുന്ന ജസ്റ്റിസ് എൻ രാമചന്ദ്രൻ നായർ കമ്മീഷനുണ്ട്. ആ രാമചന്ദ്രൻ നായർ കമ്മീഷന്റെ നിയമനം അത് അസാധുവാണ് എന്നാണ് അവർ ചൂണ്ടിക്കാണിക്കുന്നത്. അത്തരം ആ നിയമനങ്ങൾ നടത്താൻ കഴിയില്ല. പ്രത്യേകിച്ച് വഖഫ് പോലുള്ള ഒരു സംവിധാനത്തിൽ, വഖഫ് പോലുള്ള ഒരു നിയന്ത്രണ ഭരണ സംവിധാനത്തിലടക്കം തന്നെ അതിൽ എങ്ങനെയാണ് ഒരു കമ്മീഷനെ നിയോഗിച്ചുകൊണ്ട് അധികാരപരമായ തീരുമാനങ്ങൾ എടുക്കാൻ കഴിയുക എന്നതാണ് അവർ ചോദിക്കുന്നത്. അതുകൊണ്ട് ഇത് നിർത്തലാക്കണം, ഇത് അസാധുവാണ് എന്നതാണ് അവർ ചൂണ്ടിക്കാണിക്കുകയും ചെയ്യുന്നത്. നേരത്തെ ജസ്റ്റിസ് എൻ ഡയസിൻ്റെ ബെഞ്ചിലേക്കായിരുന്നു ഇത് വന്നത്. അദ്ദേഹം ചില കാരണങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് അദ്ദേഹം അതിൽ നിന്ന് പിന്മാറുകയും ചെയ്യുന്നത്. അടുത്ത സിംഗിൾ ബെഞ്ചിലേക്ക് തന്നെയാണ് ഇത് വന്നിരിക്കുന്നത്. ഇന്ന് രാവിലെ അത് പരിഗണനയിലേക്ക് വരുമെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ശ്രീജ. ശരി, ഡാനി.